بسم الله الرحمن الرحيم. الله يبدأ الخلق ثم يعيده ثم إليه ترجعون ويوم تقوم الساعة يبلس المجرمون ولم يكن لهم من شركائهم شفعاء وكانوا بشركائهم كافرين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1374 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 30-ാമത്തെ അധ്യായമായ സൂറത്തുർ റൂമിലെ 11 മുതൽ 13 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദുഹു സുമ്മ ഇലൈഹി തുർജഊൻ വയൗമ തഖൂമുസ് സാഅതു യുബ്ലിസുൽ മുജ്രിമൂൻ ولم يكن لهم من شركائهم شفعاء وكانوا بشركائهم كافرين. صدق الله العلي العظيم. സൂറത്ത് റൂമിലെ 11 മുതൽ 13 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. സൂറത്തിന്റെ തുടക്കത്തില് റോമിന്റെ പരാജയത്തെയും വൈകാത്ത ഭാവിയിൽ തന്നെ റോം വിജയം നേടുന്നതിനെയും കുറിച്ചൊക്കെയുള്ള പരാമർശങ്ങൾ കഴിഞ്ഞതിനെ തുടർന്ന് അല്ലാഹു പാരിത്രിക ജീവിതത്തെ ഒരു യാഥാർത്ഥ്യമാണ് എന്ന കാര്യം ബോധ്യപ്പെടാൻ മനുഷ്യന്റെ മറഞ്ഞുകിടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിയായിക എന്ന മനുഷ്യന്റെ ആ പരിമിതിയെ പരാമർശിച്ചുകൊണ്ട് മനുഷ്യരിലേറെ പേരും ബാഹ്യമായ കാര്യങ്ങൾ മാത്രം വെച്ചുകൊണ്ട് വിലയിരുത്തുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രപഞ്ചത്തിന്റെ സംവിധാനത്തിലും അതിലെ ഓരോരോ പ്രതിഭാസത്തിലുമൊക്കെ തന്നെ വരാനിരിക്കുന്ന ആഖിറത്ത് എന്ന ഘട്ടത്തെ മനസ്സിലാക്കാൻ ഉപകരിക്കുന്ന ധാരാളം സൂചനകൾ അടങ്ങിയിട്ടുണ്ട് എന്നത് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. ആഖിറത്തിനെ കുറിച്ച്, പാരത്രിക ജീവിതം എന്ന സാധ്യതയെക്കുറിച്ച് തീർത്തും അശ്രദ്ധരായിട്ട് ഗഫലത്തിൽ കഴിയുന്ന ആളുകളാണ് ഏറെയും. ലാഹിറായ കാര്യങ്ങൾ മാത്രം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ടു പോകുന്ന ആളുകളാണ്. അവര് സ്വന്തം സ്വത്വത്തെക്കുറിച്ച് പോലും ആലോചനയുള്ളവരല്ല. ആകാശങ്ങളെയും ഭൂമിയെയും അവയ്ക്കിടയിലുള്ള സകലതിനെയും ഒരു അവധി നിർണയിച്ചുകൊണ്ട് സൃഷ്ടിച്ചിരിക്കുന്ന അല്ലാഹു തീർച്ചയായിട്ടും ആ സംവിധാനങ്ങളിലൊക്കെ തന്നെ നിർണിതമായ അവധിയുള്ള അജലും മുസമ്മയുള്ള ഈ പ്രതിഭാസങ്ങൾക്കൊക്കെ അതിന്റെ ഒരു തുടർച്ചയായി മറ്റൊരു ഘട്ടം വരാനിരിക്കുന്നു എന്ന വ്യക്തമായ സൂചന പ്രപഞ്ചത്തെ നിരീക്ഷിച്ചുകൊണ്ട് പ്രകൃതിയിലെ അസംഖ്യം പ്രതിഭാസങ്ങളെ വിലയിരുത്തിക്കൊണ്ട് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിൽ മനുഷ്യന് വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ മനുഷ്യരിലേറെ പേരും അല്ലാഹുമായുള്ള കൂടിക്കാഴ്ചയെ നിഷേധിക്കുന്നവരാണ് എന്ന കാര്യമാണ് അല്ലാഹു ചൂണ്ടിക്കാണിക്കുന്നത്. അതിനെ തുടർന്ന് അല്ലാഹു ചോദിക്കുന്നത്, ഈ ആളുകള് ഭൂമിയിൽ സഞ്ചരിക്കുന്നേ ഇല്ലേ?
എങ്ങനെയായിരുന്നു ഇവർക്ക് മുമ്പുണ്ടായിരുന്ന പലരുടെയും പര്യവസാനം എന്ന കാര്യം ഇവർ ആലോചിക്കുന്നേ ഇല്ലേ? ഇവരെക്കാളൊക്കെ ശക്തന്മാരായ, ഇവരെക്കാളൊക്കെ ഏറെ വിദഗ്ധമായ വിധത്തില് ഭൂമിയെ ഉഴുതുമറിക്കുകയുണ്ടായ, ഇവരെക്കാളൊക്കെ ഭൂമിയെ വാസയോഗ്യമാക്കുന്ന വിധത്തില് വലിയ നിർമ്മാണങ്ങൾ നടത്തിയ ആളുകൾ, വലിയ നിർമ്മിതികൾ ഉണ്ടാക്കിയ, വലിയ കെട്ടിടങ്ങളും പാർപ്പിടങ്ങളും ഒക്കെ പണിത ആളുകളായിരുന്നു അവരിൽ പലരും. അവരുടെ അടുക്കിലേക്കൊക്കെ തന്നെ ദൈവിക ദൂതന്മാര് വ്യക്തതയുള്ള ദൃഷ്ടാന്തങ്ങളുമായിട്ട് കടന്നു വരികയുണ്ടായിട്ടുണ്ട്. എന്നിട്ട് അവര് ഏറ്റവും ദുരന്തപൂർണമായ പര്യവസാനം ഏറ്റുവാങ്ങേണ്ടി വന്നത് അത് അള്ളാഹു അവരോട് എന്തെങ്കിലും വിധത്തിലുള്ള അക്രമം ചെയ്തതുകൊണ്ടല്ല. അവരോട് തന്നെ അതിക്രമം ചെയ്യുന്ന ഒരു നിലപാട് സ്വീകരിച്ചു എന്നതാണ് അവരുടെ ആഖിബത്ത് ഏറ്റവും ദുരന്തപൂർണമാകുന്നതിന് കാരണമായിട്ടുള്ളത് എന്നാണ് അള്ളാഹു തുടർന്ന് പറയുന്നത്. ഈ സയ്യിആത്തുകളിലായിട്ട് മുഴുകിയ ആളുകൾ അധാർമികതയിലും നിരുത്തരവാദപരമായ നിലപാടുകളിലും അക്രമവാസനകളിലും ഒക്കെ മുഴുകിയ ആളുകൾ, ആഖിറത്തിനെ കുറിച്ച് ബോധമില്ലാത്ത, അത് വേണ്ട വിധത്തിൽ ഉൾക്കൊള്ളാത്ത ആളുകളുടെ സ്വാഭാവികമായ പരിണാമമാണത്. അവര് ഉത്തരവാദിത്വ ബോധമുള്ളവരാവുകയില്ല. അവർ അധാർമികതയുടെയും അരാജകത്വത്തിന്റെയും ഒക്കെ പിടിയിലമരും. അങ്ങനെയുള്ള ആളുകള് അവര് സയ്യിഅത്തിൽ തന്നെയാണ് അവർ ഒടുങ്ങിത്തീരുക എന്നതാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കേണ്ടായ കാര്യം. സുമ്മക്കാന ആഖിബത്തല്ലദീന അസാഉ സ്സൂഅ, അതിന്റെ കാരണം എന്താണ്? സയ്യിഅത്തിൽ അവർ ഒടുങ്ങിപ്പോവാൻ. അൻകദ്ദബൂ ബിആയാത്തില്ലാ, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ, ജീവിത യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്തി തരുന്ന കൃത്യമായ സൂചനകൾ അടങ്ങിയ ദൈവിക ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നവരും അവയെ പരിഹസിക്കുന്നവരുമായി അവര് മുന്നോട്ടു പോയി എന്നതാണ് അതിനുള്ള കാരണം എന്നുകൂടി അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ആയത്തുകളുടെ സംഗ്രഹമാണ് ഞാൻ നിങ്ങളെ കിട്ടുള്ളത്. അതിനെ തുടർന്ന് ഇന്ന് നമ്മൾ വായിച്ചു വെച്ചിട്ടുള്ള ആയത്തുകളിൽ അള്ളാഹു സൃഷ്ടിപ്പിനെ കുറിച്ചും പ്രകൃതിയിലെ ദൈവിക പ്രതിഭാസങ്ങളെ കുറിച്ചൊക്കെ പൊതുവായിട്ട് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു യബ്ദഉൽ ഖൽഖ, അവിടെ മുതലാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കുന്നത്. അള്ളാഹു യബ്ദഉൽ ഖൽഖ, സൃഷ്ടിപ്പിന് തുടക്കമിടുന്നത് അള്ളാഹുവാണ്. ഉണ്മ എന്നൊരു സംഗതി പ്രപഞ്ചത്തിലെ സകല സംഗതികൾക്കും നൽകിയിട്ടുള്ളത് അള്ളാഹുവാണ്. അള്ളാഹു ഉണ്മ നൽകാത്ത ഒന്നിനും ഒരു അസ്തിത്വവും ഇല്ല. അങ്ങനെ ഒന്ന് കൺസീവ് ചെയ്യാൻ മനുഷ്യന് സാധിക്കുകയില്ല. അങ്ങനെ ഒരു എക്സിസ്റ്റൻസ് ഒന്നിനും ഉണ്ടാവുകയില്ല. ഒരാലോചന പോലും ദൈവികമായൊരു സൃഷ്ടിയാണ് എന്നത് മനസ്സിലാക്കാൻ വളരെയൊന്നും പ്രയാസപ്പെടേണ്ടതില്ല. സൃഷ്ടിപ്പിന് തുടക്കമിടുന്നത് അള്ളാഹുവാണ്. സുമ്മ യുഈദു, പിന്നീട് അതിനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും അവൻ തന്നെയാണ്. ഒന്നാമത്തെ വട്ടം മനുഷ്യനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ജീവജാലങ്ങളെയോ ഒക്കെ സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുള്ള അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആ സൃഷ്ടിപ്പിന് നൈരന്തര്യം ഉണ്ടാക്കുക എന്നത്, അതിനൊരു തുടർച്ചയും ആവർത്തനവും ഉണ്ടാക്കുക എന്നത് ഒട്ടും പ്രയാസകരമായ സംഗതിയല്ല. മനുഷ്യനെ സൃഷ്ടിച്ച റബ്ബിന് മനുഷ്യനെ വീണ്ടും സൃഷ്ടിക്കുവാനും തന്റെ മുന്നിൽ ഹാജരാക്കുവാനും യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. രണ്ട് നിലക്കുള്ള ആവർത്തനം ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നുണ്ട്. ഒന്ന്, മനുഷ്യവംശത്തിന്റെ
ഒരു നൈരന്തര്യം. ഒന്നാമത്തെ മനുഷ്യൻ ഭൂമുഖത്ത് ജീവിതം ആരംഭിച്ച് പിന്നെ അവനിൽ നിന്നും അവന്റെ ഇണയിൽ നിന്നുമായി മനുഷ്യവർഗം ഒരു തുടർച്ചയും നൈരന്തര്യവും ഒക്കെ ഉള്ളതായി മാറുകയാണ്. പ്രജനനത്തിലൂടെ സന്താനോൽപാദനത്തിലൂടെയായി ആ പ്രക്രിയ അങ്ങനെ തുടർന്നു പോവുകയാണ്. ഇതേപോലെ തന്നെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമായ ഒരു സംഗതിയാണ് ഒരാളെ സൃഷ്ടിച്ചതിന് ശേഷം അവന്റെ ജീവിതകാലം കഴിഞ്ഞ് അവന്റെ അജല് കഴിഞ്ഞ് അവന്റെ ജീവിതം അവസാനിച്ചതിന് ശേഷം വീണ്ടും അവനെ പുനഃസൃഷ്ടിക്കുക എന്നതും തന്റെ മുന്നിൽ വീണ്ടും ഹാജരാക്കുക എന്നതും ഒക്കെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമായ കാര്യമാണ്. അള്ളാഹു യബ്ദഉൽ ഖൽഖ, അള്ളാഹു സൃഷ്ടിപ്പ് നടത്തുന്നു എന്ന കാര്യത്തില് അതിന് തെളിവ് ഇവിടെ ആർക്കും വേണ്ടി വരില്ല. എല്ലാവരുടെയും മുന്നില് കാണാൻ കഴിയുന്ന തെളിവുകളായിട്ട് കോടിക്കണക്കിന് പ്രതിഭാസങ്ങളുണ്ട്. മനുഷ്യരാണെങ്കിലും ജീവജാലങ്ങളാണെങ്കിലും അതുപോലെ എന്തു തന്നെയാണെങ്കിലും. അപ്പൊ സൃഷ്ടിപ്പിന് തുടക്കമിടുന്നത് അള്ളാഹുവാണ് എന്നതിനെ ഏറ്റുമുട്ടാൻ അല്ലെങ്കിൽ അതിനെ നിഷേധിക്കാനൊന്നും അല്ലാതെ ഒന്നും ആളുകൾ മുതിർന്നു വരില്ല. അങ്ങനെ ആരാണോ അതിനെ സൃഷ്ടിച്ചിട്ടുള്ളത്, ആരാണോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്, അവന്റെ പേരാണ് അള്ളാഹു എന്നത്. അതുകൊണ്ട് അതിലൊരു ഡിസ്പ്യൂട്ടിന് വലിയ സാധ്യതയൊന്നുമില്ല. അള്ളാഹുവാണ് സൃഷ്ടിപ്പിന് തുടക്കമിടുന്നത്. സുമ്മ യുഈദുഹു, തുടർന്ന് അള്ളാഹു ഇവിടെ പറയുന്നത് പിന്നീട് അതിനെ ആവർത്തിക്കുന്നത്, അവനെ പുനഃസൃഷ്ടിക്കുന്നത്, അല്ലെങ്കിൽ അവന്റെ വംശത്തിന്റെ നൈരന്തര്യം ഉണ്ടാക്കിയെടുക്കുന്നത്, അതും അള്ളാഹു തന്നെയാണ്. ഒന്നാമത്തെ വട്ടം സൃഷ്ടിക്കാൻ കഴിഞ്ഞ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ വംശത്തിന്റെ നൈരന്തര്യം നിലനിർത്തുന്നതും അവനെ തന്നെ പുനഃസൃഷ്ടിക്കുന്നതും ഒന്നും തന്നെ ഒരു പ്രയാസവുമുള്ള കാര്യമല്ല. സുമ്മ ഇലൈഹി തുർജഊൻ, പിന്നീട് അവന്റെ അടുക്കലേക്കാണ് നിങ്ങൾ മടക്കി അയക്കപ്പെടാൻ പോകുന്നത്. അപ്പൊ അള്ളാഹു കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞു വെക്കുന്നത് പ്രകൃതിയുടെ സാധ്യതകളെ സൂക്ഷ്മമായി അപഗ്രഥിച്ചുകൊണ്ട് മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യത്തെ കൃത്യമായ ഒരു പ്രസ്താവനയിലൂടെ അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഒന്നാമത്തെ വട്ടം സൃഷ്ടിച്ചത് അള്ളാഹുവാണ് സകലതിനെയും. പിന്നീട് അതിന്റെ നൈരന്തര്യവും അതിന്റെ പുനഃസൃഷ്ടിപ്പും നടത്തിയിട്ടുള്ളതും നടത്തിക്കൊണ്ടിരിക്കുന്നതും അള്ളാഹുവാണ്. പിന്നീട് അവന്റെ മുന്നിലേക്ക് തന്നെയാണ് എല്ലാവരും തിരിച്ചയക്കപ്പെടാൻ പോകുന്നതും എന്നാണ് അള്ളാഹുവിടെ പറയുന്ന കാര്യം. ഈ ഒരു സംഗതി പ്രകൃതിയിലെ അസംഖ്യം പ്രതിഭാസങ്ങളെ വെച്ചുകൊണ്ട് മനസ്സിലാക്കാൻ, ഇങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നു എന്ന കാര്യം മനസ്സിലാക്കാൻ യാതൊരു പ്രയാസവും ഇല്ല. ഒരു ആൽമരത്തിന്റെ കാര്യം എടുത്താൽ, ഒന്നാമത്തെ വട്ടം ആൽമരം ഉണ്ടായത്, പിന്നീട് അതിൽ നിന്ന് ആൽമരങ്ങളുടെ തുടർച്ചയുണ്ടായി വന്നത്, അതൊന്ന് പരിശോധിച്ചാൽ ഇനിയൊരു നാളിൽ സകല ആൽമരങ്ങളും നശിച്ചതിന് ശേഷം വീണ്ടും ആൽമരത്തെ പുനഃസൃഷ്ടിക്കുക എന്ന കാര്യം അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ സ്വാഭാവികവും എളുപ്പവുമായ സംഗതിയാണ്. ആൽമരത്തിന്റെ സ്ഥാനത്ത് മനുഷ്യനായാലും വേറെ എന്തെങ്കിലും ജീവജാലങ്ങളായാലും ഒരു വ്യത്യാസവും വരാൻ പോകുന്നില്ല. അത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം വളരെ സാധ്യതയുള്ള എളുപ്പമായ കാര്യമാണ്. ഈ കാര്യം പ്രകൃതിയിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. കാരണം യുഗങ്ങൾക്ക് മുമ്പ് ഏതെങ്കിലും ഒരു സ്പീഷീസ് ഭൂമുഖത്ത് അപ്പിയർ ചെയ്തതിന് ശേഷം അവയുടെ ആ സ്പീഷീസിന്റെ വർധനവ്, വംശാവലി അങ്ങനെ നിലനിന്ന് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ചിലതൊക്കെ വംശനാശം സംഭവിച്ചു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാറുണ്ട്. ചിലപ്പോ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാറുണ്ട് ചില സ്പീഷീസിനെ കുറിച്ച്. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ സൃഷ്ടിച്ച എന്തിനേയും ആവർത്തിച്ച് സൃഷ്ടിക്കാൻ, അല്ലെങ്കിൽ അതിന്റെ നൈരന്തര്യം ഉണ്ടാക്കാൻ
അല്ലെങ്കിൽ അവയിൽ ഓരോന്നിനെയും പുനഃസൃഷ്ടിക്കാൻ ഇതൊന്നും ഒരു പ്രയാസമുള്ള സംഗതിയല്ല എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. സസ്യങ്ങളുടെയും മരങ്ങളുടെയും ജീവജാലങ്ങളുടെയും ഒക്കെ കാര്യം പരിശോധിച്ചാൽ അതിന്റെ ഈ ഒരു ആവർത്തനം നമ്മൾ നിത്യവും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രകൃതിയില്, ഈ പ്രപഞ്ച സംവിധാനത്തില് നമുക്ക് വളരെ സ്വാഭാവികതയുള്ള ഒരു കാര്യം എന്ന നിലക്ക് നിരന്തരം അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം. ഇത് വെച്ചുകൊണ്ട് മനുഷ്യന് സ്വാഭാവികമായി ദൈവിക പ്രവാചകന്മാർ എല്ലാ കാലഘട്ടങ്ങളിലും മനുഷ്യന്റെ മുന്നിൽ അവതരിപ്പിച്ച ഒരു കാര്യമാണ് അള്ളാഹു എല്ലാവരെയും പുനഃസൃഷ്ടിക്കും എന്നതും അവന്റെ മുന്നില് കാര്യങ്ങളുടെ വിലയിരുത്തലിന് വേണ്ടി ഹാജരാക്കപ്പെടും എന്നതുമായ കാര്യം. ഇത് പലതും ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് ബോധ്യപ്പെടും, ഒരു സാധാരണഗതിയിലുള്ള ഒരു ജീവിയുടെയോ ഒരു ജന്തുവർഗത്തിൽപ്പെട്ട ഒരു ജീവിയുടെ അല്ലെങ്കിൽ സസ്യങ്ങളുടെയോ വൃക്ഷങ്ങളുടെയോ ഒക്കെ കൂട്ടത്തിലുള്ള ഒന്ന്, പക്ഷികളുടെയോ മത്സ്യങ്ങളുടെയോ കൂട്ടത്തിലുള്ള ഏതെങ്കിലും ഒന്നിനെ പോലെ അല്ല മനുഷ്യനെ അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. വളരെ പരിമിതമായ ഒരു കാലഘട്ടത്തിലെ ജീവിത പ്രയാണം മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇത്രയേറെ വൈഭവങ്ങളും വിലയിരുത്താനുള്ള കഴിവും പ്രപഞ്ചത്തിന്റെ മേൽ ഇത്രയേറെ സ്വാധീനം ചെലുത്താനോ അല്ലെങ്കിൽ പ്രപഞ്ചത്തെ കൈകാര്യം ചെയ്യാൻ പോലും കഴിയുന്ന വിധത്തിലുള്ള ഒരു ശരീരഘടനയും ബുദ്ധിപരമായ സാധ്യതകളും ഒന്നും നൽകേണ്ടതുണ്ടായിരുന്നില്ല. ആൻസറബിലിറ്റി എന്നൊരു സംഗതി അതിനോട് അള്ളാഹു ചേർത്ത് വെച്ച ഒരു കാര്യം ഉള്ളത് കൊണ്ടാണ് ജീവജാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി മനുഷ്യന് രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു കാര്യമാണ് അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് പ്രകൃതിയിൽ നിന്ന്, പ്രകൃതിയിലെ പ്രാപഞ്ചിക പ്രതിഭാസത്തിൽ നിന്നൊക്കെ മനുഷ്യന് വായിച്ചെടുക്കാൻ സാധിക്കും. ഈ ഒരു കാര്യമാണ് വളരെ വ്യക്തതയോടും തെളിമയോടും കൂടി എല്ലാ കാലഘട്ടങ്ങളിലെയും പ്രവാചകന്മാർ അവരുടെ സമൂഹങ്ങളോട് ദൈവിക വെളിപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. അള്ളാഹു യബ്ദഉൽ ഖൽഖ സുമ്മ യുഈദു സുമ്മ ഇലൈഹി തുർജഊൻ. പിന്നീട് സൃഷ്ടിപ്പ് തുടങ്ങിയത് അള്ളാഹു അവയ്ക്ക് നൈരന്തര്യം കൊടുത്തതും അതിനെ വീണ്ടും ആവർത്തിച്ചതും അല്ലെങ്കിൽ അവയെ പുനഃസൃഷ്ടിച്ചതും അതുപോലെ ഇതൊക്കെയും അള്ളാഹു ആണ്. അതേപോലെ നിങ്ങൾ തിരികെ അയക്കപ്പെടാൻ പോകുന്നതും അവന്റെ അടുക്കലേക്കാണ്. ഇനി പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ ഈ സൂചനകളെ വായിച്ചെടുത്ത് മനസ്സിലാക്കാതെ പ്രവാചകന്മാര് പറയുന്ന കാര്യം പ്രകൃതിപരമായ ഒരു അനിവാര്യതയാണ് എന്ന് ഉൾക്കൊള്ളാതെ തോന്നിയ പോലെ ജീവിച്ച ആളുകൾക്ക് നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെ കുറിച്ചാണ് അള്ളാഹു തുടർന്നുള്ള ആയത്തിൽ പറയുന്നത്. വയൗമ തഖൂമുസ്സാഅതു, അന്ത്യനാള് നിലവിൽ വരുന്ന ആ ദിവസം, അന്ത്യസമയം സംഭവിക്കുന്ന ആ ദിവസം. വയൗമ തഖൂമുസ്സാഅ, സാഴത്ത് സംഭവിക്കുന്ന, സാഴത്ത് എന്ന് പറഞ്ഞ ദീർഘമായൊരു സമയമല്ല, വളരെ പെട്ടെന്നുള്ള, വളരെ ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ആണത്, വളരെ കുറഞ്ഞ ഒരു സമയത്തിന്റെ കാര്യമാണ്. അത് സംഭവിക്കുന്ന ആ ഘട്ടം, യൗം എന്നൊക്കെ പറയുന്നതിന് ആ ഒരു സൂചനയാണ് സാധ്യതയുള്ളത്. വയൗമ തഖൂമുസ്സാഅതു, ആ അന്ത്യസമയം സംഭവിക്കുന്ന ആ സന്ദർഭം. യുബ്ലിസുൽ മുജ്രിമൂൻ, കുറ്റവാളികൾ അങ്ങേയറ്റത്തെ നിരാശയിലും വിഷമത്തിലുമായി മാറും. അതാണ് അള്ളാഹുവിടെ പ്രത്യേകം എടുത്തു പറയുന്ന ഒരു കാര്യം. ഇബ്ലിസുൽ മുജ്രിമൂൻ, വിഭ്രാന്തിയിലായി പോകുക അവർ. മുജ്രിമുകൾ എന്നിവിടെ പറയുന്നത് ദൈവികമായ സിദ്ധികള് പ്രയോജനപ്പെടുത്താതെ, സത്യം കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമം നടത്താതെ തോന്നിയ പോലെ ജീവിച്ച ആളുകളെയാണ് അള്ളാഹുവിടെ മുജ്രിമുകൾ, കുറ്റവാളികൾ എന്ന് പറയുന്നത്. അത് സ്വത്വപരമായ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ കൂട്ടാക്കാതിരുന്നതും അതിന്റെ അടിസ്ഥാനത്തിൽ ജീവിതം ഏത് വിധത്തിൽ ക്രമപ്പെടുത്തണം എന്നത് ഉൾക്കൊള്ളാതിരുന്നതും പിന്നെ സ്വാഭാവികമായും ജീവിത ദർശനം എന്ന ഒരു മഹത്തരമായ ആശയം ഉൾക്കൊള്ളാതെ തോന്നിയ പോലെ ജീവിച്ചത് കാരണമായിട്ട് ചെയ്തു കൂട്ടിയ സകല അക്രമങ്ങളും. ഈ കാര്യങ്ങളൊക്കെ
വഴിവിട്ട ഒരു സഞ്ചാരത്തിന്റെ ഭാഗമായിട്ടാണ് വരുന്നത്. കൃത്യമായി ലക്ഷ്യബോധത്തോടു കൂടി ജീവിക്കുന്ന ആളുകൾ മുജ്രിമുകളാവില്ല. അവര് അള്ളാഹുവിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു പ്രയാണത്തിലായിരിക്കും. പക്ഷെ അലക്ഷ്യമായി ജീവിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒടുങ്ങിപ്പോകുന്നത് കുറ്റവാളികളായിക്കൊണ്ടാണ്. സ്വന്തത്തെ തിരിച്ചറിഞ്ഞില്ല എന്നത് തന്നെ അവരുടെ ഭാഗത്തുള്ള വലിയൊരു തെറ്റാണ്. സൃഷ്ടാവിനെ തിരിച്ചറിഞ്ഞില്ല എന്നതും ജീവിത ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കാതിരുന്നതും സ്വാഭാവികമായി അലക്ഷ്യമായി നിരുത്തരവാദപരമായി അതുപോലെ ഒരുപാട് കുറ്റകരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോയ ആളുകൾ, അത്തരം ആളുകള് അങ്ങേയറ്റത്തെ നിരാശയില്, മനോവിഷമത്തില്, വിഭ്രാന്തിയില് അകപ്പെട്ടു പോകുന്ന ഒരു ദിവസമാണ് ഈ അന്ത്യസമയം, അല്ലെങ്കിൽ അന്ത്യം സംഭവിക്കുന്ന ആ ഘട്ടം, ആ സമയം. അന്ത്യനാള് സംഭവിക്കുന്ന ആ ഘട്ടത്തില് അവര് വല്ലാത്ത വിഭ്രാന്തിയിലായി പോകും, വല്ലാത്ത വെപ്രാളപ്പെടലിലായി പോകും. അങ്ങേയറ്റത്തെ കടുത്ത നിരാശ അവരെ പിടികൂടും. ഇബ്ലീസ് എന്ന വാക്ക് വരുന്നത് ഈ അഭിലഷ യുബ്ലിസു എന്ന ഈ ഇവിടെ പ്രയോഗിച്ചിട്ടുള്ള ഈ വാക്കിൽ നിന്നാണ്. അന്ത്യനാൾ സംഭവിക്കുമ്പോൾ യുബ്ലിസുൽ മുജ്രിമൂൻ എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. ഇബ്ലീസ് എന്ന വാക്ക് പരമനിരാശ ബാധിച്ച ഒരുത്തൻ എന്നാണ് അർത്ഥം. അതിന്റെ സൂചന പ്രതീക്ഷ പൂർണ്ണമായി തകർന്നുപോയ ഒരാളെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥയിലുള്ള ഒരുവൻ എന്ന അർത്ഥത്തിലാണ് ഇബ്ലീസ് എന്ന വാക്ക് വരുന്നത്. അള്ളാഹുവുമായി ഇടഞ്ഞ് അള്ളാഹുവിനെ ധിക്കരിച്ച് ഇനിയൊരു പ്രതീക്ഷയും ഇല്ലാത്ത വിധത്തിൽ മുന്നോട്ട് പോകുന്ന ഒരുവനാണല്ലോ ഇബ്ലീസ്. ഇബ്ലീസിനെ സംബന്ധിച്ചിടത്തോളം അവനെ താൽക്കാലികമായ സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റുള്ളവരെ പിഴപ്പിച്ച് നശിപ്പിക്കുന്ന ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ഫലം കാണുമ്പോൾ അവന് ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഉണ്ടാവും. പക്ഷെ അതുകൊണ്ട് അവന് വല്ല ഗുണമുണ്ടോ? ഒരു ഗുണവുമില്ല. അവന്റെ ഭാവിയെ കുറിച്ചുള്ള പ്രതീക്ഷ എന്താണ്? ഒരു പ്രതീക്ഷയില്ലാത്തതാണ്. ഇതാണ് ഇബ്ലീസിന്റെ ഒരു പ്രത്യേകത. ഇതേ വിധത്തില് കടുത്ത നിരാശ പിടികൂടാൻ പോവുകയാണ് അള്ളാഹുവിനെയോ സ്വത്വത്തെയോ ജീവിത ലക്ഷ്യത്തെയോ തിരിച്ചറിയാത്ത മുജ്രിമുകളായ ആളുകൾ. അന്ത്യനാള് സംഭവിക്കുമ്പോൾ മുജ്രിമുകള് കടുത്ത നിരാശയിലാണ് ഉണ്ടാവുക. അവർക്ക് വലിയൊരു ആഘാതമായിട്ടാണ്, അവരുടെ ഉൾക്കരുത്ത് ചോർന്നു പോകുന്ന വിധത്തിൽ പ്രതീക്ഷയുടെ സകല കവാടങ്ങളും കൊട്ടിയടക്കപ്പെടുന്ന ഒരു അനുഭവം. അങ്ങനെയുള്ള പരമനിരാശ ബാധിച്ചവരായിട്ട് മുജ്രിമുകൾ മാറും എന്നാണ് അള്ളാഹുവിടെ വ്യക്തമാക്കുന്നത്. വയൗമ തഖൂമു സാഅതു, അന്ത്യനാള് സംഭവിക്കുന്ന ആ ഘട്ടത്തിൽ യുബ്ലിസുൽ മുജ്രിമൂൻ, കുറ്റവാളികൾ അങ്ങേയറ്റത്തെ കടുത്ത നിരാശയില് പ്രതീക്ഷ അറ്റുപോയ ഒരവസ്ഥയിലേക്ക് എടുത്തെറിയപ്പെടും. കാരണം അവസരങ്ങൾ കഴിഞ്ഞു, തിരുത്താൻ ഇനി ഒരു അവസരവും ഇല്ല. അള്ളാഹുവിന്റെ കാരുണ്യത്തിനുള്ള ഒരു അർഹതയും ഇതിനകം നേടിയിട്ടുമില്ല. അങ്ങനെ ഒരാള് തീർച്ചയായിട്ടും മുബിലിസായിട്ട്, അങ്ങേയറ്റത്തെ നിരാശ ബാധിച്ച ഒരാളായിട്ട്, പ്രതീക്ഷ അറ്റ ഒരുവനായിട്ട്, അങ്ങേയറ്റത്തെ വിഹ്വലതയിൽ അകപ്പെട്ടു പോയ ഒരാളായിട്ടാണ് ആ ഘട്ടത്തിൽ ഉണ്ടാവുക. വലം യകുൻ ലഹും മിൻ ശുറകാഇഹിം ശുഫആ, അവന് പല ശരീക്കുകളെയും കൊണ്ട് നടന്നവരാണ്. അള്ളാഹുവിന്റെ സ്വത്വത്തെ തിരിച്ചറിഞ്ഞില്ല, ഏകനായ റബ്ബിനെ മനസ്സിലാക്കിയില്ല, എന്നിട്ട് അനർഹരായ പലരെയും ദിവ്യത്വത്തില് പങ്കാളികളാണ് എന്ന നിലക്ക് തലയിലേറ്റിക്കൊണ്ട് നടന്ന ആള്. അവനെ സംബന്ധിച്ചിടത്തോളം അവന് ഒരുപാട് ശുറക്കാകൾ ഉണ്ടായിരുന്നു. ദിവ്യത്വത്തില് പങ്കാളികളായി അവൻ കരുതിയിരുന്ന പലരും ഉണ്ടായിരുന്നു അവനെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ അവരൊക്കെ എവിടെയാണ്? വലം യകുൻ ലഹും മിൻ ശുറകാഇഹിം, അവന്റെ ശുറക്കാകളിൽ ആരുമേ ഇല്ല ശുഫാ, അവന് ശഫാഅത്ത് ചെയ്യുന്നവരായിട്ട്. അവൻ നേരത്തെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നടന്ന പല ശുറക്കാകളും ഉണ്ട്. അള്ളാഹുവിന്റെ അടുക്കൽ തനിക്ക് വേണ്ടി, പ്രപഞ്ച സൃഷ്ടാവിന്റെ അടുക്കൽ തനിക്ക് വേണ്ടി
കാര്യങ്ങൾ സാധിച്ചു തരുന്ന ആള് എന്ന നിലക്ക് അവൻ മനസ്സിലാക്കി വെച്ചിരുന്ന പലരും അവരൊന്നും തന്നെ ഇവന് വേണ്ടി ശുപാർശ ചെയ്യുന്നവരായിട്ട് അന്ന് രംഗത്തുണ്ടാവില്ല. അവന്റെ പ്രതീക്ഷ അതായിരുന്നല്ലോ, ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്നത്. അത് മുസ്ലിം സമൂഹത്തിൽ പലപ്പോഴായിട്ട് കയറിക്കൂടിയിട്ടുള്ള ഇത്തരം അസാൻമാർഗികമായ ചിന്തകളും രീതികളും ഒക്കെ ഉണ്ട്. അത് ഉൾപ്പെടെയുള്ള സകല ശിർക്കിന്റെ വഴികളും അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നത്. ശരീക്കുകളായിട്ട് അള്ളാഹുവിനിലേക്ക് നമ്മളെ എത്തിക്കുന്ന, അള്ളാഹുവിനോട് അടുപ്പിക്കുന്ന, അള്ളാഹുവിൽ നിന്ന് വല്ലതൊക്കെ നേടിത്തരുന്ന എന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ കൊണ്ട് നടന്ന ഈ മിഥ്യ സംവിധാനങ്ങൾ അല്ലെങ്കിൽ മിഥ്യ പ്രതിഭാസങ്ങൾ അവയൊക്കെയും തന്നെ അപ്രത്യക്ഷമാവുകയാണ്. അവരിൽ ആരും തന്നെ ശുഫാ ആയിട്ട് ഈ മുജ്രിമുകൾക്ക് വേണ്ടി ഹാജരാവൂല ആ നാളിൽ. വലം യകുൻ ലഹും മിൻ ശുറകാഇഹിം ശുഫാ. പ്രതീക്ഷ അറ്റുപോകുന്ന ആ നാളില് മുജ്രിമുകള് അങ്ങേയറ്റത്തെ കടുത്ത നിരാശയുടെ പിടുത്തത്തിലായി പോകുന്ന ഘട്ടത്തില് അവര് പ്രതീക്ഷയോടുകൂടി കൂടെ കൊണ്ട് നടന്നിരുന്ന ശുറക്കാ, പങ്കാളികളായി കരുതിയിരുന്നവര് അവരാരും തന്നെ ശുഫാ ആയിട്ട്, ഷഫീർ എന്നതിന്റെ ബഹുവചനാണ് ശുഫാ, ഷരീഖ് എന്നതിന്റെ ബഹുവചനാണ് ശുറക്കാ, പങ്കാളികള്. ശുഫാ എന്ന് പറഞ്ഞാൽ ഷഫീർമാര്, ഷഫീർ എന്ന് പറഞ്ഞാൽ ശുപാർശ ചെയ്യുന്നവൻ. അപ്പോ സത്യവിശ്വാസ മാർഗം ഉൾക്കൊണ്ട ആളുകൾക്ക് വേണ്ടി ശുപാർശ ചെയ്യുന്നവരായിട്ട് പലതും ഉണ്ടാവും. അള്ളാഹുവിന്റെ കിതാബും അള്ളാഹുവിന്റെ ദൂതനും ഒക്കെ തന്നെ അവരുടെ അർഹതയനുസരിച്ച് അവർക്ക് ഷഫീആയിട്ട് രംഗത്തുണ്ടാവും. എന്നാൽ പരമനിരാശ ബാധിച്ച ഈ കുറ്റവാളികളുടെ കാര്യത്തില് അവര് തലയിലേറ്റിയിരുന്ന ഈ വ്യാജ ദൈവങ്ങളുണ്ടല്ലോ, അള്ളാഹുവിനോടൊപ്പം പങ്കാളികളായിട്ട് അവർ കരുതിയിരുന്ന അവരാരും തന്നെ, അത് ഏത് നിലക്കുള്ള വ്യാജന്മാരായാലും, 3 തരത്തിലുള്ള ശുറക്കാവിനെ നമുക്ക് കാണാൻ കഴിയും. ഈ 3 കാറ്റഗറിയിൽപ്പെട്ട ശുറക്കാകളും അന്ന് അവരെ സംബന്ധിച്ചിടത്തോളം ഷഫീആയിട്ട് എത്തുകയില്ല, അപ്രത്യക്ഷരായിരിക്കും. 3 വിഭാഗവും. ഒരു വിഭാഗം ഉത്കൃഷ്ടരായ പലരുമാണ്. മലക്കുകള്, പ്രവാചകന്മാര്, പുണ്യാത്മാക്കള്, രക്തസാക്ഷികള് തുടങ്ങിയ ഉത്കൃഷ്ട വിഭാഗത്തിൽപ്പെട്ട ആളുകളെ പലരെയും മനുഷ്യര് അവരുടെ അള്ളാഹുവിനോടൊപ്പം ശരീക്കായിട്ട് കൊണ്ട് നടക്കുന്ന ശീലമുണ്ട്. അവര് ഈ പരാമർശിക്കപ്പെടുന്ന ആളുകള് വളരെ സമുന്നതരായ ആളുകളായിരിക്കും. അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തസാക്ഷ്യം വരിച്ചവർ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമങ്ങൾ ചെയ്ത പ്രവാചകന്മാര്, സിദ്ദീഖുമാര്, അതുപോലെയുള്ള ആളുകൾ, മലക്കുകള്. ഇവരൊന്നും മോശമായ ആളുകളല്ല. മലക്കുകളൊക്കെ ഉത്കൃഷ്ടരാണ്. പ്രവാചകന്മാര് ഏറ്റവും ഉത്തമരായ മനുഷ്യരായിരുന്നു. പ്രവാചകന്മാരുടെ അനുയായികളായി രംഗത്ത് വന്ന സിദ്ദീഖുമാരൊക്കെയായ ആളുകള്, പുണ്യാത്മാക്കള്, ഇവരൊക്കെ അള്ളാഹുവിനോട് അടുപ്പമുള്ള ആളുകളായിരുന്നു, രക്തസാക്ഷികള്. പക്ഷെ ഈ ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അള്ളാഹു ആർക്കും അനുവാദം നൽകിയിട്ടില്ല. അവര് നല്ല ആളുകൾ തന്നെ, പക്ഷെ അവരെ ശരീക്കായി കാണുവാൻ അള്ളാഹു അനുവാദം നൽകിയിട്ടില്ല. ഇവിടെ ഈ ആളുകളെ ശരീക്കായി കൊണ്ട് നടന്നവർ, നമുക്കങ്ങനെ അറിയാലോ, കഅബയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ മക്കയില് കഅബയിൽ മാത്രമായിട്ട് 360 വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു. അതിലൊട്ടുമിക്കതും മലക്കുകളുടേതും പൂർവിക പ്രവാചകന്മാരുടേതും അവർക്ക് പരിചയമുള്ള പുണ്യാത്മാക്കളുടേതും ഒക്കെയായ പ്രതിമകളും രൂപങ്ങളുമായിരുന്നു. ഇവയാണ് ഈ മുശ്രിക്കുകൾ വിളിച്ച് പ്രാർത്ഥിക്കുകയും അള്ളാഹുവിനോട് അടുപ്പം ഉണ്ടാക്കി തരുന്നവരായിട്ട് മനസ്സിലാക്കുകയൊക്കെ ചെയ്തിരുന്നത്. ഈ ആളുകളെ ഈ സാഴത്ത് സംഭവിക്കുന്ന സമയത്ത് അവരാരെയും ഇത്തരം മുജ്രിമുകൾക്ക് ശഫാഅത്ത് ചെയ്യുന്നവരായിട്ട് കാണുകയേ ഇല്ല. രണ്ടാമത്തെ ഒരു വിഭാഗം ബോധശൂന്യരായ അചേതനമായ പലതും, മനുഷ്യൻ ദിവ്യത്വം ആരോപിച്ചുകൊണ്ട് തലയിലേറ്റി നടക്കുന്ന പല പ്രതിഭാസങ്ങളും പ്രപഞ്ചത്തിലുണ്ട്. സൂര്യനെ ആരാധിക്കുന്നവർ, ചന്ദ്രനെ ആരാധിക്കുന്നവർ, ആകാശഗോളങ്ങളെ ആരാധിക്കുന്നവർ,
വൃക്ഷങ്ങളെയും ശിലകളെയും ജന്തുക്കളെയും ഒക്കെ ആരാധിക്കുന്നവരുണ്ട്. ഇവരൊന്നും ബോധമുള്ളവരോ ഏതെങ്കിലും നിലക്ക് മനുഷ്യനെ സഹായിക്കാൻ കഴിയുന്നവരോ ഒന്നുമല്ല. ജീവനുള്ളതുകൊണ്ട് ജീവനില്ലാത്തതുകൊണ്ട്. പക്ഷെ അവരറിയുന്ന പോലും ഉണ്ടാവില്ല. അപ്പൊ പശുവിനെ ആരാധിക്കുന്ന ഒരു ശീലം പലർക്കും ഇന്ത്യയിലുണ്ട്, നമ്മുടെ നാട്ടില് ചുറ്റുവട്ടത്തൊക്കെ. ഏത് പശുവാണ് മനസ്സിലാക്കുന്നത് എന്നെ ഇവരെ ആരാധിക്കുകയാണ് എന്നുള്ള കാര്യം? പലപ്പോഴും പട്ടിണി കിടന്ന് കഷ്ടപ്പെടുമ്പോ ഈ ആരാധകര് വലിയ ക്രൂരന്മാരാണെന്നൊക്കെ മനസ്സിലാകുന്നുണ്ടാവുമായിരിക്കും. അല്ലാതെ ഇവര് ഞങ്ങളെ ദൈവമായിട്ട് ആരാധിക്കുന്നുണ്ട് എന്ന കാര്യം പോലും പശുവിന് അറിയാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് ശിലാവിഗ്രഹങ്ങള്, അതുപോലെയുള്ള വസ്തുക്കളൊക്കെ. ജീവജാലങ്ങളെയും പ്രകൃതിയിലെ പല വസ്തുക്കളെയും ആരാധിക്കുന്ന ആളുകൾ, അവർക്ക് അറിയാൻ പോലും പറ്റുന്നില്ല അവരെ പലരും ആരാധ്യന്മാരായി കൊണ്ട് നടക്കുന്നു, അള്ളാഹുവിനോടൊപ്പം പങ്കാളികളായിട്ട് മനസ്സിലാക്കുന്നു എന്നതൊന്നും. അതാണ് രണ്ടാമത്തെ വിഭാഗം. മൂന്നാമത്തെ വിഭാഗം ദുഷ്ടന്മാരായ പലരുമാണ്. ഒന്നാമത് മനുഷ്യനെ വഴിപഴപ്പിക്കുന്ന പിശാച്, ദുഷ്ടന്മാരായ നേതാക്കന്മാര്, മനുഷ്യന് ദ്രോഹം ചെയ്യുന്ന തരത്തിലുള്ള ആളുകൾ, ഇവരും ആരാധിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. ബലം പ്രയോഗിച്ച് മനുഷ്യരെ ദുർമാർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന നേതാക്കന്മാരൊക്കെയുണ്ട്. വലിയ സ്വാധീനം ചെലുത്തുന്ന സിദ്ധന്മാര്, അങ്ങനെ പലരും. അപ്പോ ആൾ ദൈവങ്ങളും സിദ്ധന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും ഭരണാധികാരികളും ഒക്കെ ഉൾപ്പെടുന്ന മൂന്നാമത്തെ ഒരു വിഭാഗമുണ്ട്. അവര് പ്രകൃതിപരമായിട്ട് തന്നെ ദുഷ്ടത ഉള്ളവരാണ്. ആദ്യം പറഞ്ഞ ഒന്നാമത്തെ വിഭാഗം ഉത്കൃഷ്ടരായവരാണ്, പക്ഷെ അവർ ആരാധിക്കപ്പെടാൻ പാടുള്ളവരല്ല. അവർ അള്ളാഹുവിന്റെ ദിവ്യത്വത്തിൽ ഒരു പങ്കുള്ളവരല്ല. രണ്ടാമത്തെ വിഭാഗം അവരറിയുന്ന പോലും ഇല്ല നിങ്ങൾ അവരെ ആരാധിക്കുന്നുണ്ട് എന്നത്. അവര് ഒന്നുകിൽ അചേതന വസ്തുക്കളോ ബോധമില്ലാത്തവരോ ആ നിലക്ക് മനസ്സിലാക്കാത്തവരോ മനസ്സിലാക്കാനുള്ള കഴിവില്ലാത്തവരോ ഒക്കെ ആയിരിക്കും. പശുവിനെ ആരാധിക്കുന്ന ആളുകള് ചെയ്യുന്ന കോപ്രായങ്ങളൊന്നും തന്നെ പശു അവര് തങ്ങളെ ആരാധിക്കുകയാണ്, തന്നെ ആരാധിക്കുകയാണ് എന്നുള്ള നിലക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പശുവിന് എന്നത് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയില്ല. ഇത് വളരെ ഫൂളിഷ് ആയ ഒരു എക്സസൈസ് ആണ് എന്നത് വളരെ വ്യക്തമാണ്. അതിഗംഭീരമായ വ്യാഖ്യാനങ്ങളൊക്കെ അവരതിന് നൽകും. അത് വേറൊരു വിഷയം. മൂന്നാമത്തെ വിഭാഗം ദുഷ്ടത തന്നെ അവരുടെ പ്രകൃതാണ്. അത് മനുഷ്യനെ ഇപ്പോ ഉദാഹരണത്തിന് സത്യമാർഗത്തിലേക്ക് കടന്നു വരുന്നതിന് തടസ്സമായി നിയമനിർമ്മാണം നടത്തുകയും വഴി തടയുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ, ബലം പ്രയോഗിച്ച് തിന്മയുടെ മാർഗത്തിലേക്ക് വലിച്ചഴച്ച് കൊണ്ടുപോകുന്നവർ, മനുഷ്യ സമൂഹത്തിന്റെ ദൈവികമായി നൽകപ്പെട്ട സ്വാതന്ത്ര്യവും ബുദ്ധിപരമായ അന്വേഷണത്തിനുള്ള കഴിവുകളും അവർക്ക് നിഷേധിച്ചുകൊണ്ട് അവരെ അടിമകളാക്കി നിലനിർത്തുന്ന, അടിമകളാക്കി കൊണ്ടു നടക്കുന്ന ആളുകൾ, ഭരണാധികാരികൾ. അങ്ങനെയാണല്ലോ നമ്മുടെ രാജ്യത്ത് തന്നെ പല സംസ്ഥാനങ്ങളിലും വിശ്വാസ സ്വാതന്ത്ര്യം തടയപ്പെടുന്ന നിയമങ്ങളാണ് രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. മതപരിവർത്തനം നിരോധിച്ചിരിക്കുന്നു പലയിടങ്ങളിലും. പുതിയ ഒരു വിശ്വാസ മാർഗത്തിലേക്ക് ആളുകളെ വഴി കാണിക്കുന്നത് കുറ്റകരമായ ഒരു സംഗതിയാക്കി വെച്ചിരിക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ യഥാർത്ഥത്തിൽ മനുഷ്യനെ നിർബന്ധപൂർവം വഴികേടിലാക്കുകയാണ്. അത്തരം ആളുകളൊക്കെ ഇവിടെ പല നിലക്കും പൂജിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി മറ്റുള്ളവരെ നിർബന്ധിക്കുകയൊക്കെ ചെയ്യുന്ന പ്രതിഭാസങ്ങളും അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. ഈ മൂന്ന് വിഭാഗം ശരീക്കുമാരും, അത് ഉത്കൃഷ്ടരായ ആളുകള്, ആരാധിക്കപ്പെടാൻ പാടില്ലാത്തവരാണെങ്കിലും അവരെ ആളുകൾ ആരാധിക്കുന്നുണ്ടാവും. രണ്ടാമത്തത് നിരുപദ്രവകാരികളായ പല പ്രതിഭാസങ്ങളും, അചേതനമാണ്, അല്ലെങ്കിൽ അവർക്ക് ബോധമോ ബുദ്ധിയോ ഒന്നുമില്ല, അങ്ങനെയുള്ളവ പലതിനെയും മനുഷ്യൻ ആരാധിക്കുന്നുണ്ട്. മൂന്നാമത്തത് അങ്ങേയറ്റം വൃത്തികെട്ട ദുഷ്ടന്മാരായ ദ്രോഹികളായ സംഗതികൾ, ആളുകളാവാം, അതുപോലെയുള്ള സംഗതികളൊക്കെ. ഈ മൂന്ന് വിഭാഗത്തിൽ ഏതും തന്നെ, ഏത് കാറ്റഗറിയിൽപ്പെട്ട ശരീക്കാണെങ്കിലും അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടുന്ന അന്ത്യ സമയം സംഭവിക്കുന്ന ആ ഘട്ടത്തില് ശുഫാ ആയിട്ട്, ശുപാർശകരായിട്ട് രംഗത്ത് വരികയില്ല എന്നതാണ് ഈ ആളുകൾ അങ്ങേയറ്റം നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം.
വലം യകുൻ ലഹും മിൻ ശുറകാഇഹിം ശുഫാ വകാനൂ ബിശുറകാഇഹിം കാഫിരീൻ. ആ ഘട്ടത്തില് ഈ ശുറക്കാകളെ തള്ളിപ്പറയുന്ന നിഷേധിക്കുന്നവരായിട്ട് ഇവര് മാറിയിട്ടും ഉണ്ടാവും. ഭൂമുഖത്തെ അവസരം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഈ പാരത്രിക ലോകത്തേക്ക് കാലെടുത്ത് വെക്കുന്ന ആ ഘട്ടത്തില് ഈ ശുറക്കാകൾ വല്ലവരും തങ്ങൾക്ക് വല്ല ഗുണവും ചെയ്തു തരാൻ കഴിയുന്നവരാണ് എന്ന് ഇവരെ കുറിച്ച് ഈ ആളുകൾ, ഈ മുജരിമുകൾ കരുതുക ഇല്ല. ഈ മുജരിമുകൾ അവരെ കൈയൊഴിയാണ് ഉണ്ടാവുക. അവരാരുണ്ടാവില്ല രംഗത്ത് എന്ന് മാത്രമല്ല, ഈ ശുറക്കാ ആയിട്ട് അവർ പരിഗണിച്ചിരുന്ന സകലതിനെയും യാഥാർത്ഥ്യബോധമുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ കണ്ണു തുറപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ള ഈ ആളുകള് ആ ഘട്ടത്തില് അവയെ നിഷേധിച്ച് തള്ളുന്നവരുമായിരിക്കും. നേരത്തെ അവര് ഈ ശുറക്കാനെ തലയിലേറ്റി കൊണ്ട് നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ത്യനാള് സംഭവിക്കുന്ന ആ നിമിഷം, ആ ഘട്ടത്തില് അവര് ആ ശുറക്കാകളുടെ ആരാധ്യന്മാരായിട്ടല്ല ഉണ്ടാവുക. ആ ശുറക്കാകളെ നിഷേധിക്കുന്നവരായിട്ടാണ്, അവരെ തള്ളിക്കളയുന്നവരായിട്ടാണ്, ഇനിയും അവരെ തലയിലേറ്റി നടക്കുന്നത് യാതൊരു പ്രയോജനവും ഇല്ലാത്തതാണ് എന്നത് തിരിച്ചറിഞ്ഞവരായിരിക്കും അവര് ആ ഘട്ടത്തില്. അള്ളാഹു ഈ ഒരു കാര്യമാണ് നമ്മൾ വായിച്ച ഭാഗത്ത് ചൂണ്ടിക്കാണിക്കുന്നത്. മക്കയിലെ ആളുകൾക്ക് ആ ചരിത്രപരമായ പ്രാധാന്യമുള്ള അന്തർദേശീയ രാഷ്ട്രീയ വിഷയത്തിന്റെ ഉള്ളുകള്ളികളിലേക്ക് ചില സൂചനകൾ നൽകിക്കൊണ്ട് അവരെ അവരുടെ സ്വത്വപരമായ ബോധത്തിലേക്കും അവരുടെ അനിവാര്യമായ പാരത്രിക ജീവിതം എന്ന യാഥാർത്ഥ്യത്തിലേക്കുമൊക്കെ ആ ആളുകളുടെ ശ്രദ്ധയെ അള്ളാഹു കൊണ്ടുപോവുകയാണ് ഈ ആയത്തുകളിലായിട്ട് എന്ന് കാണാൻ സാധിക്കും. പങ്കാളികളായിട്ട്, ദിവ്യത്വത്തിൽ പങ്കാളിത്തമുള്ളവരായിട്ട് ഇവർ കരുതിയിരുന്ന, അവര് പ്രതീക്ഷ അർപ്പിച്ചിരുന്ന പലരും അവരൊന്നും തന്നെ ശുപാർശകരായിട്ട് അവർക്ക് വേണ്ടി വല്ലതും ചെയ്തു കൊടുക്കണം എന്ന് അള്ളാഹുവിനോട് പറയാൻ ആരും രംഗത്തുണ്ടാവില്ല. ഈ ശരീക്കുകളൊക്കെ തന്നെയും അവര് ഇവരെ ഡിസോൺ ചെയ്തുകൊണ്ടാണ് സംസാരിക്കുക. ഞങ്ങൾ ഇവരെ അറിയ പോലും ഇല്ല, ഇവര് ഞങ്ങൾ ആരാധിച്ചിരുന്നു എന്നുള്ള കാര്യം തന്നെ ഞങ്ങൾക്ക് അറിയുമായിരുന്നില്ല, ഞങ്ങൾ അതിനെ ആവശ്യപ്പെട്ടിട്ടേ ഇല്ല, ഞങ്ങളത് വിലക്കിയതാണ് എന്നൊക്കെയാണ് അവർ പറയുക. വേറൊരു കാര്യം, ഈ ആരാധ്യന്മാര് തന്നെ മുജ്രിമുകളും മുബ്ലിസുകളുമായ നിരാശയുടെ പടുകുഴിയിൽ ചെന്ന് ചാടിയിട്ടുള്ള ഈ ആളുകൾ തന്നെ ഈ ശരീക്കുകളെ തുടർന്ന് തലയിലേറ്റുന്നവരായിട്ടുണ്ടാവില്ല. അവര് ഈ ശരീക്കുകളെ തള്ളിക്കളയുന്നവരായിട്ടാണ് ആ ഘട്ടത്തിൽ ഉണ്ടാവുക എന്നുകൂടിയാണ് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അപ്പോ ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ചോദ്യങ്ങളിൽ ചിലതൊക്കെ വേണമെങ്കിൽ നമുക്ക് പരിഗണിക്കാവുന്നതാണ്. പക്ഷെ സമയം അതിക്രമിച്ചിട്ടുണ്ട്. ഒരു ചോദ്യം ഞാൻ പരാമർശിക്കാൻ, ബാക്കിയുള്ളത് അടുത്ത ദിവസം നമുക്ക് ചർച്ചയിൽ കൊണ്ടുവരാമെന്ന് വിചാരിക്കുകയാണ്. ഒരു ചോദ്യം അയച്ചു തന്നത് ആരാണെന്ന് ഓർമ്മയില്ല. ചോദ്യം ഇതാണ്: ഗസയിൽ ഇത്രയേറെ പ്രയാസകരമായിട്ടും മുസ്ലിങ്ങൾ ഹിജ്റ ഒരു ഓപ്ഷനായി കാണാത്തത് എന്തുകൊണ്ടാണെന്നുള്ളതാണ്. ഗസയില് യഥാർത്ഥത്തിൽ ഫലസ്തീനികളുടെ നാട് കയ്യേറി യഹൂദര് അല്ലെങ്കിൽ സയനിസ്റ്റുകൾ അവിടെ ഒരു രാഷ്ട്രം സ്ഥാപിച്ചിരിക്കുകയാണല്ലോ. അപ്പോ വഞ്ചനയിലൂടെയും അതുപോലെ ലോകശക്തികളുടെ ഒത്താശയോടെയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ്. പിന്നിട്ട് 75-80 വർഷങ്ങളായിട്ട് ആ സമൂഹം അവരുടെ മണ്ണിൽ നിന്ന്, അവരുടെ നാട്ടിൽ നിന്ന് കുടിയിറക്കപ്പെട്ട ഒരവസ്ഥയാണ് ഫലത്തിലുള്ളത്. എന്നിട്ട് ലോകത്തെ കബളിപ്പിക്കുന്നതിന് വേണ്ടി വളരെ ഇടുങ്ങിയ ഒരിടം അവർക്ക് നൽകി എന്ന് വരുത്തിക്കൊണ്ട് ഫലസ്തീനി ജനസംഖ്യയെ അവിടെ കുടിയിരുത്തിയിട്ടുണ്ട് എന്ന തോന്നൽ സൃഷ്ടിച്ചുകൊണ്ട് അവരെ വഞ്ചിക്കുകയായിരുന്നു ഈ സയനിസ്റ്റ് സമൂഹം ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നത് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരു പോപ്പുലേഷന് അധിവസിക്കാൻ കഴിയുന്ന ഒരു ഭൗതിക സാഹചര്യമൊന്നും അവിടെ ഇല്ല.
എന്നിട്ടും എന്തുകൊണ്ട് അവര് ഈ പോരാട്ടത്തിന് തന്നെ നിരന്തരമായി ശ്രമിക്കുന്നു? അവർക്ക് ആ നാട് ഉപേക്ഷിച്ച് ഹിജ്റ ചെയ്തു പോയിക്കൂടെ? എന്താണ് അവർ ചെയ്യാത്തത് എന്നാണ് ചോദ്യം. ഒന്ന്, അവരെ സംബന്ധിച്ചിടത്തോളം ബൈത്തുൽ മഖ്ദിസ് കൈമോശം വരിക എന്നത് അചിന്ത്യമായ ഒരു കാര്യമാണ്. അവരുടെ നാടും അവരുടെ സംസ്കാരവും അവരുടെ കൂട്ടായ്മയും തകർത്ത് കളഞ്ഞ് മറ്റൊരു നാട്ടിൽ പ്രവാസത്തിൽ കഴിയുക എന്നതും അവരെ സംബന്ധിച്ചിടത്തോളം അചിന്ത്യമായ ഒരു കാര്യമാണ്. മാത്രവുമല്ല, ചില പ്രമുഖമായ ഹദീസുകളിൽ സൂചിപ്പിക്കപ്പെടുന്ന വിധത്തില് ബൈത്തുൽ മഖ്ദിസിന്റെ സംരക്ഷണത്തിനു വേണ്ടി ജീവൻ ബലി കൊടുത്തുകൊണ്ട് നിരന്തരമായി പോരാട്ടങ്ങളിൽ ഏർപ്പെടുന്ന ഒരു തലമുറയെ കുറിച്ചുള്ള പരാമർശം അത് അവരെ അതിശക്തമായി പ്രചോദിപ്പിക്കുന്നുണ്ട്. ചരിത്രപരമായ ചില സംഭവങ്ങൾ അരങ്ങേറാനുള്ള കാലം എത്തിയിരിക്കുന്നു എന്ന് ഈ സമൂഹം തിരിച്ചറിയുന്നുണ്ട്. അതിൽപ്പെട്ട കാര്യങ്ങളാണ് ഈസാ അലൈഹിസ്സലാമിന്റെ തിരിച്ചുവരവും അതുപോലെ അതിനെ തുടർന്ന് സംഭവിക്കാനുള്ള പല കാര്യങ്ങളും. ബൈത്തുൽ മഖ്ദിസിനു വേണ്ടി, അതിന്റെ സംരക്ഷണത്തിനു വേണ്ടി നിലകൊള്ളുന്ന, അള്ളാഹുവിന്റെ മാർഗത്തില് ജീവൻ നൽകിക്കൊണ്ട് അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, വളരെ സ്തുത്യർഹമായൊരു ദൗത്യം നിർവഹിക്കുന്ന ഒരു കൂട്ടരെ പരാമർശിച്ചുകൊണ്ട് ഹദീസുകളിൽ പറയുന്ന കാര്യം, ഇവരെ സംബന്ധിച്ചിടത്തോളം അവര് അത് തങ്ങളുടെ ദൗത്യമായിട്ടും തങ്ങളുടെ ജീവിത നിയോഗമായിട്ടും കാണുന്നു എന്നതാണ്. മറ്റ് ഇടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ വിധത്തിൽ ജീവിതം ദുസ്സഹമായപ്പോൾ ഫലസ്തീൻ വിട്ട് വേറെ എങ്ങോട്ടെങ്കിലും പോകാൻ അവർ സന്നദ്ധരാകാതിരിക്കുന്നതിനുള്ള മുഖ്യമായ ഒരു കാരണം. അതോടൊപ്പം പറയേണ്ട ഒരു സംഗതി, ഫലസ്തീന്റെ ആ വലിയൊരു പോപ്പുലേഷനെ ഒരു സമൂഹം എന്നുള്ള നിലക്ക് മറ്റൊരിടത്ത് കുടിയിരുത്തുക എന്നത് ഫലപ്രദമായ വിധത്തില് ആരെങ്കിലും ആലോചിക്കുകയോ നടപ്പിലാക്കുകയോ ഒന്നും ചെയ്യാൻ സന്നദ്ധമായിട്ടുമില്ല എന്നുള്ള ഒരു വസ്തുത നിലനിൽക്കുന്നുണ്ട്. പല കാരണങ്ങളാലും ഇസ്ലാമിക ലോകം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് ഫലസ്തീനികൾ തങ്ങളുടെ നാട് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുക എന്ന പ്രയത്നത്തിൽ ഏർപ്പെടുകയും അതിന് വേണ്ട പിന്തുണ ലോകത്തെ മുസ്ലിങ്ങൾ നൽകുകയും ചെയ്യുക എന്ന രീതിയിലാണ് അതിനെ മുസ്ലിങ്ങൾ നോക്കിക്കാണുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ചില സംഘങ്ങളോ ഹിജ്റ ചെയ്തുകൂടാ എന്നൊന്നും ഇതിനർത്ഥമില്ല. പക്ഷെ ഒരു സംഘം ഏറ്റവും സ്തുത്യർഹമായ ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ട് നിലകൊള്ളും എന്ന ഹദീസുകളിലെ വിശദീകരണങ്ങൾ അത് അവരെ സംബന്ധിച്ചിടത്തോളം യാഥാർത്ഥ്യമാക്കി മാറ്റുന്നതിന്, സത്യമായി പുലരുന്നതിന് അതിന് വളരെയേറെ പ്രതിജ്ഞാബദ്ധമായി നിലകൊള്ളുന്ന ഒരു സമൂഹമായിട്ട് നമുക്ക് അവരെ മനസ്സിലാക്കാൻ സാധിക്കും. ഫലസ്തീന്റെ ചരിത്രത്തില് എല്ലാ ഘട്ടങ്ങളിലും ഈ പ്രതിബദ്ധതയൊന്നും ആ സമൂഹം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത. പലപ്പോഴും അവര് വളരെ വേവാടായി പോയ ഘട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇപ്പോ അവരുടെ വിശ്വാസപരമായ അതുപോലെ അവരുടെ ദൗത്യപരമായ ഒരു പുനരുജ്ജീവനം നേടി വിശ്വാസപരമായി ദാർഢ്യത കൈവരിച്ച ഒരു കാലഘട്ടത്തിലാണ് അവരുള്ളത് എന്നതാണ് വസ്തുത. എനിക്ക് അറിയാവുന്നിടത്തോളം ഈ സംഗതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവച്ചിട്ടുള്ളത്. ബാക്കി ചോദ്യങ്ങൾ ഇൻഷാ അല്ലാഹ് നമുക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ പരിഗണിക്കാമെന്ന് വിചാരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.